സിലബസിലെ അടുത്ത ടോപ്പിക്കാണ് ട്രിപ്പനോസോമ ഗാംബിയൻസ്. ഓക്കെ, അടുത്തു വരുന്ന ഓർഗാനിസം ആണ് ട്രിപ്പനോസോമ ഗാംബിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രിപ്പനോസോമ ഗാംബിയൻസ് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻസിലെ മെമ്പറാണ്. ഓക്കെ, ഈ ട്രിപ്പനോസോമ ഗാംബിയൻസ് എന്ന് പറയുന്ന ഓർഗാനിസം ആണ് ട്രിപ്പനോസോമയാസിസ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഹ്യൂമണിൽ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ ട്രിപ്പനോസോമ ഗാംബിയൻസ് എന്ന് പറയുന്ന ഓർഗാനിസം ആണ്. ഓക്കെ, ഈ ട്രിപ്പനോസോമ ഗാംബിയൻസ് എന്ന് പറയുന്ന ഈ ഓർഗാനിസം ഇത് മാത്രമല്ല 3 സ്പീഷീസ് ഓഫ് ട്രിപ്പനോസോമയാണ് നമുക്കുള്ളത്. ഇനി ഇവര് പാരസൈറ്റിക് ആണ്, മറ്റുള്ള ഓർഗാനിസംസിൽ പാരസൈറ്റിക് ആണ്. അതായത് ഇപ്പോൾ ബേർഡ്സ്, ഫിഷ്, മാമൽസ് അതിലൊക്കെ പാരസൈറ്റിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ് ട്രിപ്പനോസോമ ഗാംബിയൻസ്. ഓക്കെ, ട്രിപ്പനോസോമ ഗാംബിയൻസിൽ 3 സ്പീഷീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ട്രിപ്പനോസോമ ഗാംബിയൻസ് ആണ്, ഈ പറഞ്ഞ ഫസ്റ്റ് സ്പീഷീസ് ആണ്. ട്രിപ്പനോസോമ ഗാംബിയൻസ് തന്നെയാണ് ഒന്നാമത്തത്. ഓക്കെ, ട്രിപ്പനോസോമ ഗാംബിയൻസ് ആണ് ഫസ്റ്റ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഈ ട്രിപ്പനോസോമ ഗാംബിയൻസ് വെസ്റ്റ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന ഓർഗാനിസം ആണ്. ഓക്കെ, വെസ്റ്റ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന ഓർഗാനിസം ആണ് ട്രിപ്പനോസോമ ഗാംബിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വെസ്റ്റ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, വെസ്റ്റ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ആണ് ഉണ്ടാക്കുന്നത്. ദെൻ അടുത്തതാണ് ട്രിപ്പനോസോമ റോഡേസിയൻസ്. ഓക്കെ, ട്രിപ്പനോസോമ റോഡേസിയൻസ് അത് ഈസ്റ്റ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന ഓർഗാനിസം ആണ്. ഓക്കെ, ഈസ്റ്റ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ആണ് ഉണ്ടാക്കുന്നത്. അടുത്തതാണ് ട്രിപ്പനോസോമ ക്രൂസി എന്ന് പറയുന്നത്. ഇത് ചാഗാസ് ഡിസീസ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ചാഗാസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ ഉണ്ടാക്കുന്നതാണ് ട്രിപ്പനോസോമ ക്രൂസി എന്ന് പറയുന്ന ഓർഗാനിസം. ഓക്കെ, ഇനി ഇപ്പൊ 3 സ്പീഷീസിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ ട്രിപ്പനോസോമ ഗാംബിയൻസിലെ ഇവർക്ക് ഇപ്പൊ നേരത്തെ എൻഡാമീബ ഹിസ്റ്റോളിറ്റിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് ഒരു ഹോസ്റ്റ് ആണ് ഉള്ളൂ, മാൻ, ഓൺലി മാൻ. പക്ഷെ ഇവിടെ 2 ഹോസ്റ്റ് ആണ് വരുന്നത്. ഒരു വെർട്ടിബ്രേറ്റ് ഹോസ്റ്റും ഒരു ഇൻവെർട്ടിബ്രേറ്റ് ഹോസ്റ്റുമാണ് വരുന്നത്. ഓക്കെ, വെർട്ടിബ്രേറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് മാൻ ആണ്. ഇൻവെർട്ടിബ്രേറ്റ് ഹോസ്റ്റ് വരുന്നത് സെറ്റ്സേ ഫ്ലൈ ആണ്. സെറ്റ്സേ ഫ്ലൈ എന്ന് പറയാം, ടി സൈലന്റ് ആണ്. ഓക്കെ, അപ്പോൾ സെറ്റ്സേ ഫ്ലൈ എന്ന് പറയുന്ന ഒരു ഫ്ലൈ ഉണ്ട്, ഒരു കാറ്റഗറി ഓഫ് ഫ്ലൈ ഉണ്ട്. അത് ആഫ്രിക്കൻ കൺട്രീസിലാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു ഫ്ലൈ ആണ് അടുത്ത ഒരു ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2 ഹോസ്റ്റിലുമാണ് ട്രിപ്പനോസോമയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്തത് ഈ ട്രിപ്പനോസോമ ഗാംബിയൻസിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? അതായത് അവരുടെ ആ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലോങ് ആയിട്ടുള്ള സ്ലെൻഡർ ആയിട്ടുള്ള ഒരു ബോഡിയാണ്. ഓക്കെ, ലോങ് സ്ലെൻഡർ ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഉള്ളത്. ഓക്കെ, ലോങ് ആണ്, സ്ലെൻഡർ ആണ്, അതുപോലെ തന്നെ യൂണിന്യൂക്ലിയേറ്റഡ് ആണ്, യൂണിഫ്ലാജല്ലേറ്റഡ് ആണ്. ഓക്കെ, യൂണിഫ്ലാജല്ലേറ്റഡും ആണ്. അതുപോലെ തന്നെ കൈനറ്റോപ്ലാസ്റ്റ്. ഓക്കെ, കൈനറ്റോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതായത് എക്സ്ട്രാ ന്യൂക്ലിയർ DNA ക്യാരി ചെയ്യുന്ന കൈനറ്റോപ്ലാസ്റ്റും പ്രസന്റ് ആണ്. ഇതാണ് അവരുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു സിക്കിൾ ഷേപ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഓർഗാനിസം ആണ്. അതായത് ഏകദേശം ഒരു ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഓക്കെ, ഒരു സിക്കിൾ ഷേപ്പിലാണ് ഉണ്ടാവുക. അത് മാത്രമല്ല അതിന്റെ ശരീരത്തിന്റെ പുറത്തായിട്ട് ഒരു മെംബ്രെയിൻ കാണാനായിട്ട് പറ്റും. അതായത് ഒരു അൺഡ്യുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ കാണാനായിട്ട് പറ്റും. അത് അതിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ലോക്കോമോഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ ആയിട്ട് പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറയാൻ പോകുന്ന കാര്യം ഇതിന്റെ പല സ്റ്റേജുകളാണ്. ഈ ഒരു ഓർഗാനിസത്തിന് പല സ്റ്റേജുകളാണ് ഉള്ളത്. ഓക്കെ, ഇതിൽ വരുന്ന ആ ഒരു 2ാമത്തെ ഹോസ്റ്റ് ആയിട്ട് വരുന്ന ഫ്ലൈ, സെറ്റ്സേ ഫ്ലൈ, അത് ബ്ലഡ് ബൈറ്റ് ചെയ്തിട്ട് ബ്ലഡ് കുടിക്കുന്ന തരത്തിലുള്ള ഒരു ഫ്ലൈ ആണ്. ഓക്കെ, ഇനി ഇതില് പല സ്റ്റേജുകളാണ് ഇവർക്കുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ലേഷ്മാനിയൽ സ്റ്റേജ് എന്നാണ് പറയുക. ലേഷ്മാനിയൽ, അതർവൈസ് അതിനെ നമുക്ക് അമാസ്റ്റിഗോട്ട് എന്ന് പറയാം. അതൊരു റൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്, റൗണ്ടഡ് ആയിട്ട് ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. അത്ര ഹാം ആയിട്ട് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് വരുന്ന ഒരു സ്റ്റേജ് ആണ് ലെപ്റ്റോമൊണാഡ് എന്ന് പറയുന്ന സ്റ്റേജ്, അല്ലെങ്കിൽ അതിനെ പ്രോമാസ്റ്റിഗോട്ട് സ്റ്റേജ് എന്ന് പറയാം. ഓക്കെ, ആ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഇവർ കുറച്ചുകൂടെ ലെങ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ലോങ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ആണ് ക്രിത്തീഡിയൽ സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എപ്പിമാസ്റ്റിഗോട്ട് എന്ന് പറയാം. അത് ഇതേപോലെ തന്നെ കുറച്ച് ഷോർട്ടായിട്ട് സ്റ്റൗട്ടായിട്ട് ഒരു സ്ലെൻഡർ ഷേപ്പ്, ആ ഒരു രീതിയിൽ വരുന്ന സ്റ്റേജ് ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ആണ് ട്രിപ്നോസോം സ്റ്റേജ്.
എന്ന് പറയുന്നത് ട്രിപ്നോസോമുകളെ ഫോം ചെയ്യുന്ന സ്റ്റേജ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ മെറ്റാസൈക്ലിക് സ്റ്റേജ് എന്നൊക്കെ പറയാം. ഇങ്ങനെ 4 സ്റ്റേജസ് ആണ് ഇവർക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഫൈനലി അതിരിക്കുക ഇതുപോലെ കുറച്ച് സ്ലെൻഡർ ആയിട്ട് ലോങ് ആയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് 2 ഹോസ്റ്റുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഒന്ന് മാൻ, അതുപോലെ തന്നെ പിന്നെ ഒന്ന് ഫ്ലൈ ആണ്, സെറ്റ്സെ ഫ്ലൈ ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇതില് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻഫെക്റ്റഡ് ആയ ഏതെങ്കിലും ഒരു ഫ്ലൈ ഹ്യൂമൻ ബീയിങ്ങിനെ കടിച്ചു എന്ന് വിചാരിക്കുക. ബ്ലഡിന് വേണ്ടി കടിച്ചു കഴിഞ്ഞാൽ, ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള പാരസൈറ്റ്സ് സ്വാഭാവികമായിട്ടും എങ്ങോട്ട് പോകും? ഹ്യൂമൻ ബീയിങ്സിന്റെ ബ്ലഡ് ഫ്ലോയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് അത് മൾട്ടിപ്ലൈ ചെയ്യും. ഇവരുടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബൈനറി ഫിഷൻ ആണ്. ഓക്കെ, ബൈനറി ഫിഷൻ വഴിയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും, ബൈനറി ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ബ്ലഡ് ഫ്ലോയിലൂടെ സ്വാഭാവികമായിട്ടും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പോലെയുള്ള ഏരിയകളിൽ, എസ്പെഷ്യലി സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിനൊക്കെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ അഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പല സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. അതായത് വീക്ക്നെസ്, ഫീവർ, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് കാണിക്കാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞ് അപ്പോഴേക്കും ആ ഹ്യൂമൻ ബീയിങ് ഇൻഫെക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഫ്ലൈ എഗെയിൻ ഈ ഇൻഫെക്റ്റഡ് ആയ ഹ്യൂമൻ ബീയിങ്ങിനെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള പാരസൈറ്റുകളെല്ലാം ഈ പറഞ്ഞ സെറ്റ്സെ ഫ്ലൈയുടെ ഗട്ടിലേക്ക് പ്രവേശിക്കും. ഓക്കെ, മിഡ് ഗട്ടിലേക്ക് പ്രവേശിക്കും. അവിടെ എഗെയിൻ ഇവർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ ബൈനറി ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവിടെ നിന്ന് ഒരു 15 ദിവസം കഴിയുമ്പോൾ, ഓക്കെ, 2 മുതൽ 30 ദിവസമാണ് ഇവരുടെ ഇൻഫെക്ഷന് വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഒരു 15 ദിവസം കഴിയുമ്പോൾ ഈ പാരസൈറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് സെറ്റ്സെ ഫ്ലൈയുടെ സലൈവറി ഗ്ലാൻഡിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, എഗെയിൻ ആ ഫ്ലൈ പോയിട്ട് വേറൊരു ഹ്യൂമൻ ബീയിങ്ങിനെ ബൈറ്റ് ചെയ്യുന്നു. വീണ്ടും ഈ ഒരു ഇൻഫെക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരും. അപ്പോൾ ആ ബൈറ്റ് ഈ 15 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജാണ് ക്രിത്തീഡിയൽ സ്റ്റേജ്. നേരത്തെ പറഞ്ഞ സ്റ്റേജിലെ ക്രിത്തീഡിയൽ സ്റ്റേജ് ആയിട്ടുണ്ടാവും. ഈ ക്രിത്തീഡിയൽ സ്റ്റേജിൽ നിന്നും മെറ്റാസൈക്ലിക് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് മാറുകയാണ് ചെയ്യുക പിന്നീട് ഈ ഒരു പാരസൈറ്റ്സ്. ഓക്കെ, ഈ ഒരു ഓർഗാനിസം അത് ഭയങ്കര ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്റ്റേജ് ആയിരിക്കും. ഇത്രയാണ് ഇവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ബൈറ്റ് ചെയ്യുന്നു, വീണ്ടും സ്പ്രെഡ് ചെയ്യുന്നു, വീണ്ടും ബൈറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് വരിക. ഇനി ഡിസീസിന്റെ സിംറ്റംസും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് ഏക്ക്, ഫീവർ, പെട്ടെന്നുള്ള വെയിറ്റ് ലോസ്, പിന്നെന്താ പറയുക, അനീമിയ, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസാണ് കൂടുതലായിട്ട് വരുന്നത്. ഇനി ഒരുപാട് എക്സ്ട്രീം കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ കോമ സ്റ്റേജ് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഫൈനലി ഡെത്ത് കോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതിൻ്റെ മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിമണി ആൻഡ് ആഴ്സനിക് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചെയ്യാവുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത്, നമുക്ക് എടുക്കാവുന്ന മുൻകരുതൽ എന്ന് പറയുന്നത് ഒന്നിങ്ങനെയുള്ള ഓർഗാനിസംസ്, അതായത് ഇങ്ങനെ ഹോസ്റ്റുകൾ, അതായത് ഈ ഫ്ലൈസ്, ഇങ്ങനെയുള്ള കാരിയേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താ പറയുക ഓർഗാനിസംസിനെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്, അതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള മെഷേഴ്സ് സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ മെഡിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് ഈ ഒരു ട്രിപ്പനോസോമ ഗ്യാംബിയൻസിനെ കുറിച്ച് പറയാനുള്ളത്.